ഗ്ലോറി ടു ഗോഡ്. ലീവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇത്തിരി വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായി ദൈവനെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളം സ്വദേശിയായിരിക്കുന്ന മഞ്ജു മെറിൻ മാത്യു ആണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ കുടുംബം കർത്താവിലേക്ക് വരേണ്ടതിനായിട്ടാണ്. പ്രത്യേകിച്ച് തൻ്റെ ഭർത്താവും തൻ്റെ 3 തലമുറകളും ദൈവത്തെ അറിഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. ഇവർ കുടുംബമായി ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്കായി ജീവിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്നത് പ്രാർത്ഥിക്കാം. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? വാഗ്ദത്തം നീ വിശ്വസിച്ചാൽ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വചനം പറഞ്ഞ് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സഹോദരിയുടെ പ്രാർത്ഥനയെ ദൈവം മാനിക്കണമേ. ഇവർക്ക് വേണ്ടി വലിയൊരു അത്ഭുതം ചെയ്യണം. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത് ഈ കുടുംബം മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്കിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് മഞ്ജുസസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെ അങ്ങ് സ്പർശിക്കണമേ അപ്പ. പ്രത്യേകിച്ച് പ്രിയ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനായി 3 മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവർ രക്ഷയുടെ മാർഗത്തിലേക്ക് വരണമേ അപ്പ. സ്വർഗം അവർക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യണമേ. യേശുവിൻ്റെ തിരക്തം അവരെ തുറണമേ അപ്പ. യേശുവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ വിടുതലുകൾ സംഭവിക്കണമേ. ഇപ്പോൾ തന്നെ ദൈവപ്രവൃത്തി സംഭവിക്കണമേ. യേശുവെ, തിരക്തത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തിയതിനായി നന്ദി. യേശുവിൻ നാമത്തിലും യേശുവിൻ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവിക വിടുതൽ ഇപ്പോൾ ഇവരുടെ മേളിൽ സംഭവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടെ ഈ സഹോദരിയെ ഏൽപ്പിക്കുന്നു. കർത്താവെ, മാനിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാരംഭത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിയും 1000 നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങ് നടത്തുവാൻ ശക്തനാണ്. അങ്ങയുടെ കരം ഇന്നും കുറുകിയിട്ടില്ലെന്നുള്ളത് ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ കാണാൻ പോകുന്നതിനായി സ്തോത്രം. അനേകരെ തൊടുവാൻ, അനേകരുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ അങ്ങയുടെ വചനത്തിന് കഴിയുമല്ലോ അപ്പാ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ വചന സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് വലിയ വാതിലുകളെ തുറക്കാൻ കഴിയും. ദൈവശബ്ദത്തിന് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾക്ക് ചെങ്കടലുകളെ 2ആക്കാൻ കഴിയും. ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ല, ഒന്നുമായില്ല എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങൾ വ്യക്തതയോടെ കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പെട്ടെന്ന് കർത്താവ് ചിലത് ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്ന് വെളിപ്പെടുന്ന ദൈവശക്തി, പെട്ടെന്ന് വെളിപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഇതാ നിങ്ങൾക്ക് വേണ്ടി പുതിയത് വെളിപ്പെടുത്താൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നോക്കിയിട്ട് തൻ്റെ കഴിവിൽ നോക്കി, മിടുക്കിൽ നോക്കി, തൻ്റെ എക്സ്പീരിയൻസിനകത്ത് നോക്കി ഒന്നും കിട്ടിയില്ല. ആ നിലയിൽ വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസിൻ്റെ പടകിനെ യേശു തിരഞ്ഞെടുക്കുകയാണ്. ആ പടകിനകത്തു നിന്ന് വന്ന പുരുഷാരത്തെ മുഴുവൻ തൃപ്തിയാക്കിയിട്ട് പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്ക്. ഹല്ലേലൂയ. മണിക്കൂറുകൾ കാണാഞ്ഞത് ഒറ്റ വാക്കിനകത്ത്, ഒറ്റ ശബ്ദത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ കഴിവിൽ, നിങ്ങളുടെ മിടുക്കിൽ നടക്കാത്തത് ദൈവവചനത്തിൻ്റെ ശബ്ദത്തിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീണ്ട നാളുകൾ, നീണ്ട വർഷങ്ങൾ ഇതാ ഭൂമി പാഴും ശൂന്യവും ആഴത്തിനും ഇത് ഇരുളുമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഇതാ വെള്ളത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെടുകയാണ്. വെളിച്ചമുണ്ടാകട്ടെ. അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഓൺ ആക്കുന്നത് പോലെ ഇതാ ഇരുട്ടിനെ നീക്കിക്കൊണ്ട് വെളിച്ചം വെളിപ്പെട്ട് വരികയാണ്. ഇതേപോലെ ഇന്നത്തെ ഈ വചന സന്ദേശം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ 147-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ഓടുന്ന വചനത്തിൻ്റെ സന്ദേശം എവിടെ നിന്നാണോ നിങ്ങൾ ഭാരപ്പെട്ട് കേൾക്കുന്നത്, എവിടെ നിന്നാണോ കണ്ണുനീരോടെ എന്നെ കേൾക്കുന്നത്, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നലത്തെ അനുഭവങ്ങളെ മാറ്റിമറിക്കുവാൻ ഇതാ ദൈവവചനത്തിന് കഴിയും. നിന്റെ ജീവിതത്തിനകത്ത് ആ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്ന അനുഭവത്തിലാണെങ്കിൽ ദൂതൻ ഇറങ്ങി നിന്നെ തട്ടി വിളിച്ചുകൊണ്ട് വീണ്ടും അധിക ദൂരം ഓടുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്താൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഇന്നത്തെ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് പറയണം, ദൈവശബ്ദത്തിന് വർഷങ്ങൾ നടക്കാത്തത് എന്തോ ഒന്ന് എൻ്റെ ജീവിതത്തിനകത്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ
ഒന്നുകൂടെ വിളിച്ചു പറയാം. കാനാവിലെ കല്യാണ വീട്ടിൽ 7 ദിവസം നീളുന്ന കല്യാണ ചടങ്ങുകളിൽ ഇതാ 3-ാമത്തെ ദിവസം അവിടെ വീഞ്ഞ് അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ളവർക്കെല്ലാം മനസ്സിലായി ഇതൊരു ശാപത്തിന്റെ ലക്ഷണമാണ്. എല്ലാം തീരുകയാണ്. യഹൂദന്റെ നിയമം അനുസരിച്ച് അവന്റെ മാവ് ഒഴിക്കുന്ന തൊട്ടിയോ എണ്ണപ്പാത്രമോ അനുഗ്രഹിക്കപ്പെടാത്ത അനുഭവത്തിലാണെങ്കിൽ അത് ശാപത്തിന്റെ ലക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ തീരുന്നതെല്ലാം ശാപത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ വർധനവും നന്മയും അനുഗ്രഹത്തിന്റെ ലക്ഷണമാണെങ്കിൽ ഇന്ന് ചില ഭവനങ്ങളിൽ, ചില ജീവിതങ്ങളിൽ തീർന്നതിനെ മാറ്റാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും, ദൈവത്തിന്റെ ശബ്ദത്തിന് കഴിയും. ഇതാ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മ മറിയ പറയുന്നു, ഇവിടെ വീഞ്ഞു തീർന്നു പോയിരിക്കുകയാണ്, ഇവിടെ എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ യേശുവിൻ്റെ അധരത്തിൽ നിന്ന് വെളിപ്പെട്ട ആ വലിയ വാക്ക്, ഇതാ വെള്ളം നിറപ്പിൻ. അറിയാം, ആത്മാവിൽ വിശ്വസിക്കാമെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒഴിഞ്ഞ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലോകം തെളിയ അനുഭവത്തിനകത്ത് ഒരിക്കലും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത നിലയിൽ നിൽക്കുന്ന കൽപാത്രങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് തീർന്നു എന്നും അവസാനിച്ചു എന്നും ലോകക്കാർ കളിയാക്കുന്ന അനുഭവങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നിന്നെ ദൈവം കണ്ടിരിക്കുകയാണ്, നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 38 വർഷമായ കുളക്കടവിൽ കിടക്കുന്ന മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവൻ, ആരാലും സഹായമില്ലാത്തവൻ. അവൻ യേശുവിനോട് പറയാണ്, എന്നെ ആ കുളത്തിലേക്ക് നിറക്കാൻ ആരും എനിക്ക് സഹായമില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആരും സഹായമില്ലാത്തവന്റെ അടുക്കിലേക്ക് ഇന്ന് ഈ വചന സന്ദേശം എത്തുകയാണ്, ഈ ദൈവശബ്ദം എത്തുകയാണ്. ഇതാ നിന്നെ കുളത്തിൽ ഇറക്കാതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ, അതിനേക്കാൾ നീ ചോദിച്ചതിനേക്കാൾ നിരച്ചതിനേക്കാൾ വലിയൊരു അത്ഭുതത്തെ ചെയ്യാൻ ഇന്നത്തെ ഈ ദൈവശബ്ദത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങണം, നന്ദി പറയാൻ തുടങ്ങണം. ഹല്ലേലൂയ. ജീവിതത്തിനകത്തും ആ ഭവനത്തിനകത്തും ഇരുട്ട് പിടിച്ച് നിൽക്കുന്ന അന്തരീക്ഷത്തിനകത്ത് ദൈവം അത് ചെയ്യാൻ പോകുന്നു. ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തോത്രത്തോടെ വരുന്നവർ ഇതാ ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു വരുത്തുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ആരംഭത്തിൽ തന്നെ സ്തോത്രം ചെയ്യാൻ തുടങ്ങണം, നന്ദി പറയാൻ തുടങ്ങണം. കാരണം നമുക്ക് ഹല്ലേലൂയ ദൈവം സകലതും ദാനമായി തന്നിരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അറിയാം, ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്. അറിയാം, ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ കരമാണ്. അറിയാം, ആഹാരം ദൈവത്തിൻ്റെ കരമാണ്. ഹല്ലേലൂയ. എൻ്റെ വാതിലുകൾ തുറക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്. അറിയാം, എനിക്ക് തരുന്ന മുഴുവൻ നന്മകളും ദൈവത്തിൽ നിന്നാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിനക്ക് ചെയ്യാൻ പറ്റാത്തതും നിനക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് മാത്രമാണ്. നന്ദി പറയുക, നന്ദി പറയുക. ഈ മിനിറ്റുകൾ കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി ചെയ്യുന്നതിനായി സ്തോത്രം, അങ്ങനെ നടത്തുന്നതിനായി സ്തോത്രം, ഇന്ന് തന്നെ പുതിയ വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം, അത്ഭുതങ്ങൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അങ്ങനെയൊക്കെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവെ ആഴമായ ചില വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുന്നതിനായി സ്തോത്രം, ദൈവ പ്രവർത്തികൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. എനിക്ക് എൻ്റെ ആത്മാവിൽ കാണാൻ കഴിയുന്നത് നിരാശ പിടിച്ച് ഇനി ഒരു വഴി തുറക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ ഊരിപ്പിടിച്ച് വാളുമായി ഉപവാസത്തിൽ പ്രാർത്ഥനയിലേക്ക് ആയിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇതാ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരികയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നീണ്ട നാളുകൾ ഒരു പ്രാർത്ഥന വിഷയമായിട്ട് അനേക കുഞ്ഞുങ്ങളെ എടുത്തുയർത്തി ദൈവസന്നിധിയിൽ സമർപ്പിച്ച സെക്രിയാവിൻ്റെ അടുക്കലേക്ക് ദൈവദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഇനി മറ്റുള്ളവരെ കുഞ്ഞിനെ കാണുന്നതിന് മുമ്പേ നിനക്കൊരു അത്ഭുതം ഇതാ വെളിപ്പെട്ട് വരികയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അറിയാം, നീണ്ട നാളുകൾ കാണാത്തത് എന്തോ ഒന്ന് ഇന്ന് സംഭവിക്കാൻ പോകുന്നു. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് സക്രിയാവിനോട് പറയുന്നത് ഭയപ്പെടേണ്ടതാണ്. കാരണം ദൂതനെ കണ്ടതുകൊണ്ട് സക്രിയാവ് ഭയപ്പെട്ട അനുഭവത്തിലായിരിക്കാം. പക്ഷേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അങ്ങനെ ഒരു ഉത്തരം വരുന്നുണ്ടെങ്കിൽ ഇതാ എലിസബത്തുമാർ വിളിച്ചു പറയും, എൻ്റെ നിന്ദ, പട്ടണത്തിലുള്ള നിന്ദ, ചർച്ചക്കാരുടെ ഇടയിലുള്ള നിന്ദ, ഏറ്റവും അടുത്തു നിന്നവർ ഇന്നലകളിൽ നിന്ദിച്ച അനുഭവത്തിനകത്തുനിന്ന് എൻ്റെ നിന്ദയെ ദൈവം ഉരുട്ടിക്കളയുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ മടുത്തു പോകാതെ വാതിൽക്കൽ മുട്ടുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഈ പുസ്തകത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ദൈവം ചില കീകൾ വെച്ചിട്ടുണ്ട്. ആ കീയെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ആ വെളിപ്പാട് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ സാധ്യതകളും നമ്മുടെ വേഗതകളും വർദ്ധിക്കുന്നത് കാണാം. ഹല്ലേലൂയ. യേശു തൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് ചോദിച്ചു, ഈ പുരുഷാരം എന്നെ ആരെന്നാണ് പറയുന്നത്? പലരും പറഞ്ഞു, അങ്ങ് ഇരമ്യാവാണ്, അങ്ങ് യോഹന്നാൻ സ്നാപകനാണ്, അങ്ങ് പ്രവാചകന്മാരിൽ ഒരുത്തനാണ്. എന്നാൽ യേശു കർത്താവ് അത് കേട്ടിട്ട് തിരിഞ്ഞ് ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരെന്നാണ് പറയുന്നത്? എന്നെ കേൾക്കുന്നവരെ അറിയോ, ഒരു കീയാണ് അവിടെ തുറക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ വേഗത്തിൽ മുമ്പോട്ട് വന്നിട്ട് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. ഹല്ലേലൂയ. ഇന്നും എന്നെ കേൾക്കുന്ന ആരൊക്കെയോ വിശ്വസിക്കുന്നു, അനേക ദൈവങ്ങളിൽ ഒരു ദൈവമായിട്ടല്ല ഞാൻ സേവിക്കുന്ന, ഞാൻ വിളിക്കുന്ന ദൈവം എൻ്റെ രക്ഷകനാണ്, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, യേശു കർത്താവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ ജാതികളുടെ ഇടയിൽ
നിന്നുകൊണ്ട് നീ അത് വിളിച്ചു പറയുമ്പോൾ ദൈവം എഴുന്നേൽക്കുകയാണ് നിനക്ക് വേണ്ടി. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത് ശ്രദ്ധിക്കണമേ. ഒരു കീ ആണ് പത്രോസ് അപ്പോസ്തലൻ അവിടെ തുറക്കുന്നത്. ആ കീ വെളിപ്പെട്ടതോടെ പത്രോസ് അപ്പോസ്തലനെ യേശു കർത്താവ് മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, ഈ വെളിപ്പാടിൽ ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോകുന്നു. ഇതാ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു താക്കോലിൻ്റെ കൈമാറ്റം നിങ്ങളുടെ മേലിൽ സംഭവിക്കുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് എല്ലാം തീർന്നു തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല, വാക്കുകളിൽ ചില നന്മകളെ അറിയാം. ദാവീദിനെ നിങ്ങൾ നോക്കിയ വാക്കുകളിലാണ് ദാവീദ് ജയിക്കുന്നത്. ദാവീദ് പറയുന്നത്, എൻ്റെ ദൈവത്താൽ നിശ്ചയമായി ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഗോലിയാത്ത് 39 ദിവസമായി ഒരേ നിലയിൽ വെല്ലുവിളിച്ച് ഒരേ ശബ്ദത്തിൽ വെല്ലുവിളിക്കുമ്പോൾ ഇതാ ഇസ്രായേലിലെ ബലവാന്മാർ ഓടി ഒളിക്കുകയാണ്. ഹല്ലേലൂയ. വലിയ യുദ്ധവീരന്മാർ ഓടി ഒളിക്കുകയാണ്. കാരണം അവൻ്റെ ആ ശബ്ദത്തിനകത്താണ് അവൻ ജയിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻ്റെ വലിപ്പത്തിനകത്താണ് അവൻ ജയിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ വലിപ്പമില്ലാത്ത സാധാരണമായ ഒരു ബാലൻ വന്ന് വിളിച്ചു പറയാണ്, എൻ്റെ ദൈവത്താൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്. നീ നിന്ദിച്ച ഇസ്രായേൽ നിരകളിലൂടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്. എൻ്റെ ദൈവത്താൽ ഞാൻ നിന്നെ അവസാനിപ്പിക്കാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു കീയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെളിപ്പെടുത്തുന്നത്. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. പഴയ നിയമത്തിൽ അബ്രഹാമിനെ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. അബ്രഹാം ഇതാ ഒരു ഭയങ്കരമായ വാതിലാണ് ഇവിടെ തുറക്കുന്നത്. എല്ലാം തീർന്നു എന്ന് പൈശാചിക മണ്ഡലം പറയുമ്പോൾ ഇതാ അബ്രഹാമിൻ്റെ ഏറ്റവും സ്നേഹിച്ച തൻ്റെ മകൻ ഹല്ലേലൂയ ഇസഹാക്ക് ചോദിക്കുന്നു, എവിടെയാണ് യാഗമൃഗം? എന്നെ കേൾക്കുന്നവരെ അറിയാം, അബ്രഹാം ഒരു കീ അവിടെ വിളിച്ചു പറയുകയാണ്. ഒരു കാര്യവും മുമ്പിൽ കാണുന്നില്ലെങ്കിലും വിശ്വാസത്താൽ അബ്രഹാം വിളിച്ചു പറയുകയാണ്, യഹോവ കരുതിക്കൊള്ളും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സാധ്യതയില്ലെങ്കിലും നിങ്ങൾ ആത്മാവിൽ വിളിച്ചു പറയണം, എൻ്റെ ദൈവം കരുതുന്നവനാണ്. അതേ നിലയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഒരു കീയാണ്. ദാനിയേലിന് വിരോധമായി രേഖ എഴുതിയിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ടും ദാനിയേൽ വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാണ്. സിംഹക്കുഴിയിലേക്ക് അവർ ഇട്ടുകളയുന്ന സമയത്തും താൻ കരയുന്നില്ല കേട്ടോ. കാരണം താൻ പ്രാർത്ഥനയിൽ കണ്ട ദൈവം തന്നെ വിടുവിക്കും എന്നുള്ള ഉറപ്പ്. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നയാളാണെങ്കിൽ നിന്നെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല, നിന്നെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ജയിക്കാൻ കഴിയത്തില്ല എന്നുള്ള ആഴമേറിയ വെളിപ്പാടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇതാ പത്മോസിൽ ആരും സഹായമില്ലാതെ എല്ലാം തീർന്നു എന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ, ഡൊഗ്മീഷ്യൻ ചക്രവർത്തി പറയുന്നു അവൻ അവസാനിച്ചു, ഇനി നടക്കത്തില്ല എന്ന് പറയുമ്പോൾ, ദൈവസന്നിധിയിൽ കർത്തൃ ദിവസത്തിൽ മുട്ടുമടക്കുന്നവന് ഒന്നറിയാം, ആരും സഹായിക്കാനില്ലെങ്കിലും ലോകമെല്ലാം കൈവിട്ടാലും കൈവിടാത്തൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഫുൾ റേഞ്ചിൽ ഹല്ലേലൂയ അഗ്നിമയമായ കണ്ണുള്ളവൻ ഇതാ യോഹന്നാന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവൻ ഇതാ യോഹന്നാന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദമുള്ളവൻ ഇതാ യോഹന്നാന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ എഴുന്നേൽപ്പിക്കാനുള്ള കീ മനസ്സിലായാൽ നിങ്ങൾ വിളിച്ചു പറയും, ഹല്ലേലൂയ ഞാൻ അനേക ദൈവങ്ങളിൽ ഒരു ദൈവത്തെ അല്ല, അങ്ങന്റെ അപ്പനാണ്. ഒരു ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് പുതിയ നിയമവിശ്വാസികൾ തിരിച്ചറിയേണ്ടത്, മുമ്പിൽ വെളിപ്പെടുന്ന ദൈവത്തെ കൈകൂപ്പിയല്ല, അല്ലെങ്കിൽ ദൂരത്ത് നിന്ന് ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുകയല്ല, ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് അപ്പ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ ദൈവം എൻ്റെ പിതാവാണ്, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് എനിക്കും ഒരു അവകാശം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഒരു കീ നിന്റെ വെളിയിൽ വെളിപ്പെട്ട് വരികയാണ്. വാസ്തവമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതാ അസാധാരണമായ ചില വാതിലുകൾ തുറക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നു. വിശ്വാസത്തിൽ ഇതാ ഒരു കീ കൂടെ നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. അല്ലെങ്കിൽ ഇതാ മടുക്കാതെ ലജ്ജിക്കാതെ മുട്ടുന്നവന് വേണ്ടി വേണ്ടുവോളം കൊടുക്കുന്ന ഒരു പിതാവുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നലകളിൽ മടുത്തുപോയി വിഷയത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് ഇനിയൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കുകയല്ല, മടുക്കാതെ മുട്ടുകയാണ്. മുട്ടുന്നവന് വേണ്ടി എൻ്റെ ദൈവം എഴുന്നേറ്റ് വാതിൽ തുറക്കുന്നു. വാതിലിന് പുറത്ത് നിൽക്കുന്നവൻ പ്രതീക്ഷയോടെ മുട്ടിയാൽ നിന്റെ മുമ്പിൽ ആ വാതിൽ തുറക്കാൻ പോവുകയാണ്. ലജ്ജ കൂടാതെ മുട്ടുന്നവന് വേണ്ടി അസാധാരണമായ ഒരു വാതിൽ തുറക്കുകയാണ്. ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന് ഈ ദൈവവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായി ദൈവപ്രവർത്തികൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ ഇതാ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ കാഴ്ചയാലല്ല നടക്കുന്നത്, കീയാണ് കേട്ടോ, ഞങ്ങൾ വിശ്വാസത്താൽ നടക്കുകയാണ്. വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നവർ, വിശ്വാസത്താൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പറയുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, ഞങ്ങൾ കാണുന്നതല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, വിശ്വാസത്താൽ എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ മതിയായവൻ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറക്കാൻ മതിയായവൻ. ആ നിരാശപ്പെടുത്തുന്ന ആ നെഗറ്റീവ് പറയുന്ന അനുഭവങ്ങളെ മുഴുവൻ ജയിച്ചു
ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ജയം നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ തുടങ്ങട്ടെ. ഇപ്പോൾ ഒരു ജയം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങട്ടെ. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അടുത്തൊരു കീയാണ് ജീവിതത്തിനകത്ത് മുഴുവൻ ഹല്ലേലൂയ നിരാശപ്പെട്ട് ബന്ധിക്കപ്പെട്ടതുപോലെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്തുതിക്കാൻ തുടങ്ങുമെങ്കിൽ പൗലോസിന്റെയും ശീലാസിന്റെയും ദൈവം ആ സ്തുതികൾക്ക് മീതെ ഇറങ്ങി വരികയാണ്. ഞാൻ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത്, എൻ്റെ സ്തുതികൾക്ക് മീതെ സിംഹാസനം വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുകയില്ല. എൻ്റെ സ്തുതിയാണ് എൻ്റെ സിംഹാസനം. നിങ്ങൾ സ്തുതിച്ചു തുടങ്ങിയത്. സ്തുതി എന്ന് പറയുന്ന ഒരു വലിയ ആയുധമാണ്. സ്തുതിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്തുതികൾക്ക് മീതെ സ്വർഗം വിട്ടവൻ ഇറങ്ങി വരികയാണ്. വാസ്തവമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. യേശുവേ അപ്പാ എന്ന് വിളിക്കുമ്പോൾ ചിലവരെ അടുക്കലേക്ക് ഹല്ലേലൂയ വലിയ ആഘോഷമില്ലാതെ, അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മൾ കാണുന്നത് പോലെ ഉത്സവങ്ങളിൽ നടക്കുന്ന വലിയ ഹല്ലേലൂയ കളർ ബൾബുകളോ ഇതൊന്നുമില്ലാതെ വലിയവനായ ദൈവം നിന്റെ അടുക്കലേക്ക്, സൃഷ്ടിതാവായ ദൈവം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടുവിക്കുവാനായിട്ട് കോടാനുകോടി ദൂതന്മാർ ഹല്ലേലൂയ ആർത്ത് വിളിക്കുന്നവൻ നിന്റെ റൂമിലേക്ക് ഇറങ്ങി വരികയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ തന്നെ ചിലവർ ബലപ്പെട്ട് കഴിഞ്ഞു, ഇപ്പോൾ തന്നെ ചിലവർ സൗഖ്യമായി കഴിഞ്ഞു. ഇന്നൊരു ചെറിയ ചിന്ത നിങ്ങളുമായി കൈമാറുകയാണ്. വിശ്വസിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ഇന്നലകളെ നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇന്നലകളുടെ അനുഭവങ്ങളല്ല കേട്ടോ. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ദൈവം ഇറങ്ങുകയാണ്. ഇതാ നിനക്ക് വേണ്ടി ഒന്ന് പുതിയതൊന്ന് ചെയ്യാനായിട്ട്. ഞാൻ ഈ ആരംഭത്തിൽ തന്നെ കാണുകയാണ്, യഹൂദന്മാരെ പേടിച്ച് ആ മാളിക റൂമിൽ കഥകടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് ഒരു വാതിലും മുട്ടാതെ, ഒരു വാതിലും തുറക്കാതെ, സാക്ഷാൽ വാതിലായവൻ അവരുടെ നടുവിലേക്ക് വന്നതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് സമാധാനമാണ് ശത്രു എടുത്തുകൊണ്ട് പോകുന്നത്. ഇന്നലകളിൽ കണ്ട വീഴ്ചകൾ കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്നവർ ഹല്ലേലൂയ, അതേപോലെ നാളെ നടക്കുമോ ഇല്ലയോ എന്നറിയാതെ ആകുലപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെ സമാധാനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ശത്രു നിന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നത് നിന്റെ സമാധാനമാണ്. പക്ഷെ സമാധാനത്തിന്റെ ദൈവത്തിൽ ആരാധിക്കുക, സമാധാനത്തിന്റെ ദൈവത്തിൽ ബലപ്പെട്. ഇതാ നിന്റെ ജീവിതത്തിനകത്ത് സമാധാനപ്പെടാൻ ദൈവം പറയുകയാണ്. കാരണം നമ്മുടെ ദൈവം സമാധാനത്തിന്റെ പ്രഭുവാണ്. സമാധാനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നാൽ അവന്റെ ജീവിതത്തിനകത്ത് അവന്റെ പാതകൾ തുറക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവവചന ശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് തുറക്കട്ടെ. അങ്ങനെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഹല്ലേലൂയ ആ വാതിൽ തുറക്കാതെ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നവൻ അവർക്കൊരു പുതിയ വഴി തുറക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സ്പർശനങ്ങൾ നടക്കാൻ പോകുന്നു. ആ നിലകളിൽ ഇന്നെന്നെ കേൾക്കുന്നവരോട് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, ഇതാ എൻ്റെ ദൈവം പുതിയതായി ഒന്ന് ചെയ്യാൻ പോകുന്നു. ആ നിലകളിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കുറിവാക്യത്തിലേക്ക് കടന്നു വരികയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. 19-ാമത്തെ വാക്യം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളതറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഈ വചന സന്ദേശം ഒരേപോലെ ഏറ്റെടുക്കാൻ പറ്റുന്നത് എന്നോടുള്ള ദൂതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കർത്താവ് പറയാണ്, മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, ഞാൻ നിങ്ങളും ഇരിക്കുന്നത് സീരിയലിന്റെ മുമ്പിലല്ല, ജീവിപ്പിക്കുന്ന ദൈവവചനത്തിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം വാതിലുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, അബ്രഹാമിന് വേണ്ടി ദൈവം കരുതിയതെങ്കിൽ, ഇസഹാക്കിന് വേണ്ടി ദൈവം 100 മേനി ഫലം കൊടുത്തെങ്കിൽ, യാക്കോബിന് വേണ്ടി ദൈവം ഒരു രാത്രിയിൽ യാബോക്കിന്റെ കടവിൽ ഇറങ്ങി വന്ന് പേര് മാറ്റിയെങ്കിൽ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ദാവീദിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്തെങ്കിൽ, ദാനിയേലിന് വേണ്ടി സിംഹക്കുഴിയിൽ സിംഹത്തിന്റെ വായടയ്ക്കാൻ ഇറങ്ങിയെങ്കിൽ, ആ അത്ഭുതങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങളെല്ലാം ഇന്നും ജീവിക്കുന്നതാണ്. നിങ്ങളത് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വേണ്ടിയും അപ്പാ അതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാം തീർന്നെന്ന് പറയുന്നു. നിന്റെ ജീവിതത്തിനകത്ത് പുതിയതൊന്ന് ചെയ്യാൻ ദൈവം ഇറങ്ങി വരും. നിന്റെ ജീവിതം ഇന്നുകൊണ്ട് തന്നെ ഒരു അത്ഭുതമാകാൻ പോവുകയാണ്. കാരണം നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കുഷ്ഠരോഗി വർഷങ്ങളായി നിന്ന് ആ മനുഷ്യനെ തൊട്ട് ശുദ്ധമാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടേക്ക് എൻ്റെ ദൈവം ഇറങ്ങി വന്ന് നിങ്ങൾ
നമ്മളെ ശുദ്ധമാക്കാൻ പോകുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് നിന്നുകൊണ്ട് മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും ചെയ്യേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു, പുതിയതായി ഒന്ന് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പുതിയത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ പണ്ടുള്ള കാര്യങ്ങളാണ് നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ വന്ന രോഗം വീണ്ടും വരുമോ എന്ന് നാം ചിന്തിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഇന്നലകളിലേക്ക് പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇന്നലകളിലെ കാഴ്ചകളാണ് നമ്മെ പലരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. യേശു കർത്താവ് ആ കടലിന് മുകളിലൂടെ നടന്നു വരുമ്പോൾ അവരിൽ പലരും പറയുന്നു അത് ആ ഭൂതം വരികയാണ്. കാരണം അവരുടെ കേൾവികളിൽ ഇന്നലകളിൽ വെള്ളത്തിന് മേളിൽ നടന്നത് ഭൂതമാണ്. പക്ഷേ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഈ മിനിറ്റ് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഭയപ്പെടാനുള്ള ഒരു കാര്യമല്ല സംഭവിക്കുന്നത്. പുതിയൊരു നന്മ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. സെക്കരിയാവിൻ്റെ അടുക്കിലേക്ക് ദൂതൻ ഇറങ്ങി വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയത് ചെയ്യാൻ ദൂതന്മാർ ഇപ്പോൾ ഇറങ്ങി വരികയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുക, ഇന്നലകളുടെ അനുഭവങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങൾ പുറകിലേക്ക് പോവുകയാണ്. പുറകിൽ നോക്കുന്നവന് മുമ്പോട്ട് ജീവിക്കാൻ കഴിയത്തില്ല, അവൻ പുറകിലേക്കാണ് നോക്കി. അങ്ങനെ നോക്കുന്നവരോട് ഞാൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ജീവിക്കരുത്, ഭയപ്പെടരുത്. കാരണം എവിടെയോ നിങ്ങൾ തട്ടി വീഴാൻ പോവുകയാണ്. അങ്ങനെ നിൽക്കുന്നവന് മുമ്പോട്ടൊന്നും കാണാൻ കഴിയത്തില്ല, കാരണം അവൻ്റെ കണ്ണ് പുറകിലാണ് നിൽക്കുന്നത്. അതേസമയം യേശു കർത്താവ് പറയുന്നു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്, ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നല്ലോ. അല്ല എന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് ഭയങ്കര ഭാരമാണ്, നമുക്കങ്ങ് ഭയങ്കര വിചാരമാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ സ്വീകരിക്കുന്നതുകൊണ്ട് വലിച്ചു പറയുകയാണ് നാളെകളെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസൻറ്റിൽ ഒന്നും കുഴപ്പമില്ല, പക്ഷേ നാളുകളിൽ ആ പൈസ അടയ്ക്കാൻ പറ്റുമോ, വീടിൻ്റെ വാടക അടയ്ക്കാൻ പറ്റുമോ, ലോൺ അടയ്ക്കാൻ പറ്റുമോ, എങ്ങനെയെന്നുള്ള ഭയങ്കര വിചാരം, ആ ഭയങ്കര ഭാരം നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത നിലയിൽ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം അല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ അടുത്ത മാസത്തെ ആ 30-ാം തീയതിയും അടുത്ത മാസത്തെ ഹല്ലേലൂയ ആ ലോണിൻ്റെ ഡേറ്റിലും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴേ. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആത്മാവിൽ മനസ്സിലാക്കിയൊരു സത്യം പറയാം, അന്നുള്ള ആഹാരം തരുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, ഇന്നുള്ള മന്ന എനിക്ക് വേണ്ടി തരികയാണ്. പഴയ നിയമത്തിൽ നിങ്ങൾ ഇസ്രായേൽ മക്കളെ നോക്കിയാൽ അന്നുള്ള മന്നയാണ് അവർക്ക് കൊടുത്തത്. ഹല്ലേലൂയ. അധികം ശേഖരിക്കാൻ നോക്കുന്നവൻ അത് കൃമിയായി പോകുന്നത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എന്നെ നടത്താൻ ശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുവരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഹല്ലേലൂയ സ്വസ്ഥമായി നടത്തുവാൻ കഴിയുന്ന ആ ദൈവത്തെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇതാ ഹാഗാറിനെ ഇശ്മായേലിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്തുകൊണ്ട് ബെർശേബ മരുഭൂമിയിലേക്ക് തള്ളിവിടുകയാണ്. ഹല്ലേലൂയ. ബെർശേബ മരുഭൂമിയിൽ അവർ ഉഴന്നു നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥമായ സ്ഥലവും കാണുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ തുരുത്തിയിലെ വെള്ളം തീർന്നു, കുഞ്ഞിൻ്റെ നിലവിളി വർദ്ധിക്കാൻ തുടങ്ങി. ഇതാ ഹാഗാർ പറയുന്നു, എൻ്റെ കുഞ്ഞു മരിക്കാൻ പോകുകയാണ്, എല്ലാം തീർന്നു. ഹല്ലേലൂയ. ഒരു അമ്പിൻപാട് ദൂരത്ത് കൊണ്ടുവന്ന് ഒരു കുറുങ്കാട്ടിൻ തണലിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് അവൾ മാറിയിരുന്ന് കരയുകയാണ്. എന്താ കരയെന്ന് ചോദിച്ചാൽ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, തീർന്നു എന്നൊരു അനുഭവം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മെ തേടി വരുന്ന ഒന്നാണ് നിരാശ, നമ്മെ തേടി വരുന്ന ഒന്നാണ് ഇനി മുമ്പോട്ടൊരു മാർഗമില്ല, മരിക്കാം. ഇങ്ങനെയൊക്കെ ആരൊക്കെയോ ഇന്നെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. തീർന്നു എന്ന് പറയുന്നിടത്ത്, അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് പടകനെ നിറച്ചവനെയാണ് നിങ്ങൾ കാണുന്നത്. ഈ മിനിറ്റിൽ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം അവസാനിക്കുന്നു എന്ന് പറയുന്നിടത്ത് കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചവനെയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അറിയാം, ഇപ്പോൾ ഒരു വലിയ അത്ഭുതത്തെ നിങ്ങൾ കാണണം. ശിഷ്യന്മാർ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു. അറിയാം, ആ തിബിരിയാസിൻ്റെ വെളുപ്പിനെ തീർന്ന അനുഭവത്തിൽ നിൽക്കുമ്പോൾ യേശു കർത്താവ് അവരുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, കുഞ്ഞുങ്ങളെ വല്ലതും കൂട്ടാനുണ്ടോ? അറിയാം, സ്നേഹിച്ച ശിഷ്യന് മനസ്സിലായി അത് യേശുവിൻ്റെ വാക്കുകളാണ്. തീർന്നു എന്ന് പറയുന്നിടത്ത് ഇതാ പെരുത്ത മീൻകൂട്ടം വല കീറാൻ തക്കവണ്ണം ഇതാ ആ വലയിൽ അകപ്പെട്ട് വരികയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, തീർന്നു എന്ന് പറയുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടും. നിങ്ങൾ തന്നെ വിളിച്ചു പറയും എല്ലാം തീർന്നു. പക്ഷേ ഇതാ ഹാഗാറിൻ്റെ അടുക്കലേക്ക് ഇശ്മായേലിൻ്റെ നിലവിളി കേട്ടുകൊണ്ട് സ്വർഗം ഒരു ദൂതനെ അയക്കുകയാണ്. ആകാശത്തുനിന്ന് ദൂതൻ ഹാഗാറിനോട് പറയുകയാണ്, ഹാഗാറേ നിനക്കെന്ത്, ബാലൻ്റെ നിലവിളി സ്വർഗം കേട്ട് കഴിഞ്ഞു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, പ്രതീക്ഷയോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ കണ്ണ് തുറക്കാൻ പോവുകയാണ്. നിന്റെ വരുമാനത്തിനകത്ത് ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നു. അറിയാം, നിന്റെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ച ആളാണെങ്കിൽ ഹിസ്കിയാവെ നീ കരഞ്ഞു തീരത്തില്ല. ഹിസ്കിയാവിനോട് ഇതാ പ്രവാചകനായ യെശയ്യാവ് എന്ന് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ, എല്ലാം തീർന്നു, നീ മരിക്കാൻ പോവുകയാണ്. പക്ഷേ ദൈവസന്നിധിയിൽ ഇതാ അവൻ ചുവരിനോട്
പുത്രനോട് മുഖം ചേർത്ത് പിടിച്ചുകൊണ്ട് കരയുകയാണ്. ഇന്നലകളിൽ ഞാൻ ചെയ്തത് ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓർത്ത ദൈവം നിന്നെ ഓർക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി വിളിച്ചു പറയുന്നു, ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി നിന്ന നിന്റെ ജീവിതം തീരാൻ പോകുകയല്ല. വലിയൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ ദൈവം പുതിയത് ചെയ്യുന്നവനാണ്. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ഭാരങ്ങളെ നീക്ക്, പ്രയാസങ്ങളെ നീക്ക്. ഒന്ന് കരമടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്ക്, സ്തുതിക്കാൻ പറ്റുമെങ്കിൽ സ്തുതിക്ക്. നീ ആ കാരാഗ്രഹത്തിൽ ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയിൽ ഇതാ ദൂതന്മാർ ചലിക്കാൻ പോകുന്നു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇതാ കുലുങ്ങാൻ പോകുകയാണ്. എല്ലാ വാതിലുകളും ഒരുമിച്ച് നിന്റെ മുമ്പിൽ തുറന്നു വരാൻ പോകുന്നു. വിശ്വസിക്കുന്ന ആരെയൊക്കെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ഇത് വാതിലുകൾ തുറക്കുന്ന സമയമാണ്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ് വിശ്വാസത്തോടെ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നമ്മളെ ഡൗട്ടിലേക്കും നമ്മളെ ഭയത്തിലേക്കും നമ്മെ നിരാശയിലേക്കും നമ്മെ ആകുലതയ്ക്ക് കൊണ്ടുപോകുന്നതാണ് പിശാചിന്റെ ആയുധങ്ങൾ. പക്ഷെ നിനക്ക് തന്നിരിക്കുന്ന ആയുധം സ്തുതിയാണ്. സ്തുതിക്കുന്ന ആർപ്പിടുന്നവന് വേണ്ടി മുമ്പോട്ട് വിടത്തില്ലെന്ന് പറയുന്ന എരിഹോം അതിൽ ഇടിഞ്ഞു വീഴാൻ പോവുകയാണ്. വാസമായിട്ടും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ നിന്റെ മുമ്പിൽ ഒരു പുത്തൻ വഴിയെ തുറക്കാൻ സ്തുതിക്ക് കഴിയും, ആരാധനയ്ക്ക് കഴിയും. ഈ മണിക്കൂറുകളിൽ ദൈവം എന്നോട് സംസാരിച്ചത് അറിയാം, നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നീ ഒരു സ്ഥലത്ത് നിന്ന് സ്തുതിക്കുക, ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ആർപ്പിട്ടുകൊണ്ട് ദൈവത്തെ ഒന്ന് ആരാധിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് ആ പാതപിടത്തിലേക്ക് ഓടി വരാൻ നോക്കുക. അറിയാം, പത്രോസിന്റെ അടുക്കിലേക്ക് ഇതാ ടാക്സ് കളക്ടർമാർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഗുരു കരമടച്ചിട്ടില്ല. അറിയാം, പക്ഷേ പത്രോസിന് മനസ്സിലായത് അറിയാം, ജയ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ലെറ്റർ. അറിയാം എന്ന് പറഞ്ഞാൽ ജീസസ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പി വരത്തോളൂ. അടുത്തത് ഇവൻ എൻ്റെ പേര് വിളിക്കും എന്നുള്ളത് പത്രോസിന്റെ അകത്ത് മനസ്സിലായി. പത്രോസ് അവിടെ നിന്നില്ല കേട്ടോ, ഓടി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് നീ കരമടച്ചിട്ടില്ലെന്ന് പറയാൻ പോകുകയല്ല, നീ വാസമായിട്ട് ഭാരത്തോടാണെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വാ. യേശു നിന്റെ ചൂണ്ടയിൽ ചിലത് കരുതാൻ പോവുകയാണ്. പത്രോസിനോട് യേശു കർത്താവ് പറയാണ്, നീ കടലിലേക്ക് ചെന്ന് നിന്റെ കയ്യിലിരിക്കുന്ന ചൂണ്ടയിട്. അറിയാം, എനിക്കും നിനക്കും വേണ്ടിയുള്ള കരമടയ്ക്കാനുള്ള വഴി തുറക്കാൻ പോവുകയാണ്. വാസമായിട്ട് വിശ്വസിക്കുന്ന ഈ ദൈവശബ്ദം കേൾക്കുന്ന ചിലവർക്ക് വേണ്ടി ഇതാ ആ കടലിൽ എത്ര മത്സ്യമുണ്ടെന്നുള്ള സൈനസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം തുറക്കാൻ പോകുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതാണ്, ചെവി കേട്ടിട്ടില്ലാത്തതാണ്, ആരെയും ഹൃദയത്തിൽ തോന്നാത്തതാണ്. അത് വിശ്വസിക്കുന്നവരോട് എനിക്കിന്ന് ഒരു കാര്യം വ്യക്തമായി പറയാനുണ്ട്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു, അതിപ്പോൾ ഉത്ഭവിക്കാൻ പോകുന്നു. അത് നിങ്ങൾ അറിയുന്നില്ലേ? മരുഭൂമിയിൽ ഒരു വഴിയായും നിർജ്ജന പ്രദേശത്തും നദികളുമായി അത് തുറന്നു വരാൻ പോകുന്നു. മരുഭൂമിയിൽ വഴിവെട്ടാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം. നിർജ്ജന പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ വ്യാപരിക്കാത്ത സ്ഥലത്ത് നദികൾ നിനക്ക് വേണ്ടി ഒഴുകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ പുത്തൻ ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. പുത്തൻ പ്രതീക്ഷകൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. നിങ്ങളിപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ആ ദേശത്തിൽ സിംഹക്കുഴിയിൽ നീ അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ നിന്റെ ദൈവത്തെ ഉയർത്താൻ ഇതാ നിനക്കൊരവസരം വരികയാണ്. ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്നു എന്ന് പറയാൻ രാജാവിനെ അല്ല പിന്നെ അവർ ആരാധിക്കുന്നത്, ദാനിയേലിന്റെ ദൈവത്തെ ആരാധിക്കുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത വാതിലുകളെ തുറക്കാൻ ദൈവം ഇറങ്ങി വരികയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രതീക്ഷയോടെ ഇന്ന് ദൈവം എനിക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ ശക്തനാണ് എന്നൊക്കെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട്. സ്തുതി എന്ന് പറയുന്നത് ഭയങ്കര ബലമാണ് പ്രിയരെ, ഒരു ഭയങ്കര ആയുധമാണ്. സ്തുതികൾക്ക് മീതെ സിംഹാസനം ഇടുന്നവൻ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വിളിക്കണം, ഇപ്പോൾ തന്നെ നേരിട്ട് കാണാൻ പറ്റുന്നവർ കാണണം. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താം. ഇപ്പോൾ വാതിലുകളെ തുറക്കുന്ന ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെടുകയാണ്. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഒരു മാളികറുമായി തിരികെയാണ്. ദൂതന്മാർ ഇറങ്ങി വരാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി തീ പോലെ നിങ്ങളുടെ മേളിൽ ഇറങ്ങുകയാണ്, ബന്ധനങ്ങളെ കരിച്ചു കളയുന്നത് പോലെ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ കാണുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുകയാണ്. ദൈവത്തിൻ്റെ കരം വെളിപ്പെടുകയാണ്. കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു വരട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മാവെ, അങ്ങ് ചലിക്കാൻ പോകുന്നതിനായി നന്ദി. ഇപ്പോൾ ഇവർക്ക് വേണ്ടി ഉറവകൾ തുറക്കുകയാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ അസാധാരണമായ ദൈവപ്രവൃത്തി, ഒരു 100 മേനി വിളവിന് വേണ്ടി അറിയാം ഇസഹാക്ക് വിതച്ചത് അനുഗ്രഹത്തിലേക്ക് വരികയാണ്. എൻ്റെ ദൈവം ഇവരെ മാനിക്കാൻ പോകുന്നു. എൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. വലിയ ദൈവപ്രവൃത്തി സംഭവിച്ചു കഴിഞ്ഞതിനായി നന്ദി. യേശുവേ, നന്മയ്ക്കായ ഒരു അടയാളം ഇവരുടെ ജീവിതത്തിലേക്ക് തുറക്കുന്നതിനായി സ്തോത്രം. എൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി പുതിയത് ചെയ്തു എന്ന് ഇപ്പോൾ തന്നെ സാക്ഷ്യമായി മാറട്ടെ. രോഗികൾ സൗഖ്യമായി കഴിഞ്ഞു, വിടുതലുകൾ സംഭവിച്ചു കഴിഞ്ഞു, അത്ഭുതങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ കാരാഗ്രഹങ്ങൾ പൊളിഞ്ഞു കഴിഞ്ഞു, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞു. കർത്താവേ, ഞങ്ങൾ അധികത്തിൽ വിശ്വസിക്കുന്നു. യേശു വാക്കുമാറാത്തവൻ. ഈ എപ്പിസോഡ് അനേകരെ തൊട്ട് കഴിഞ്ഞതിനായി സ്തോത്രം. അനേകരുടെ വിടുതലുകൾ സംഭവിച്ചു കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ
നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരേ, വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായെങ്കിൽ, ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ, വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പറുകൾ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സാക്ഷ്യത്തെ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഉറപ്പിക്കണം. ഞാൻ വലുത് പ്രതീക്ഷിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ദൈവം നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.